സഹോദരൻ്റെ ചോദ്യമാണ്. അയാൾ ബിടെക് കഴിഞ്ഞ ഒരാളാണ്. അപ്പം അയാൾ പറയണത് എന്താ വെച്ചാൽ ഞാനങ്ങനെ അധികം സംസാരിക്കാത്ത ഒരാളാണ്. അധികം കൂട്ടുകാരൊന്നുമില്ല, സംസാരിക്കാത്തതുകൊണ്ട് കൂട്ടുകാരൊന്നുമില്ല. അപ്പോൾ പിന്നെ കൂട്ടുകാരെ സ്വീകരിക്കാത്തൊരു കാരണം വെച്ചാൽ എല്ലാവരും ഇങ്ങനെ ഇപ്പോൾ ഈ ഫേസ്ബുക്കും അത് ഇൻസ്റ്റഗ്രാമും അതിലുള്ള റീൽസും സിനിമയും മൂവിയൊക്കെ കണ്ടിങ്ങനെ നടക്കുന്നൊരവസ്ഥ. ഞാൻ അതിൽ നിന്ന് ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ടാണ് കുറേയൊക്കെ വിട്ടു നിൽക്കുന്നത്. അപ്പോൾ ഈ സംസാരിക്കാത്ത ഒരാളായതുകൊണ്ട് ഇനിയിപ്പോൾ വിവാഹമൊക്കെ അന്വേഷിക്കുമ്പോൾ അത് അയാളുടെ ദാമ്പത്യ ജീവിതത്തെ അത് പിന്നെ പ്രയാസപ്പെടുത്തുമോ? അങ്ങനെ ഞാനൊരു അന്തർമുഖനായതുകൊണ്ട് അല്ലെങ്കിൽ സംസാരിക്കാത്ത ഒരാളായതുകൊണ്ട് അത് പ്രയാസം ഉണ്ടാക്കുമോ? അതിനുവേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണോ? ഇങ്ങനെ ഒരു കമ്പനിയൊക്കെ ഉണ്ടാക്കി കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടാക്കി നടക്കണമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ പൊതുവെ എന്താണെന്ന് വിചാരിച്ചാൽ വിവാഹം കഴിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായും വൈഫായിട്ടൊക്കെ നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യും, സംസാരിക്കും ഒക്കെ ചെയ്യൽ ആവശ്യമായി വരും. കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഭർത്താവ് എന്ന് പറയുമ്പോൾ അയാളിൽ നിന്ന് കിട്ടേണ്ടതൊക്കെ അവർക്ക് അവർ തന്നെ കിട്ടണമല്ലോ. അപ്പോൾ അതൊക്കെ ആവശ്യമായി വരും. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതൊരു വിവാഹത്തെ മാത്രമല്ല ബാധിക്കുക. അയാൾ ചെയ്യുന്ന ജോലി, ആളുകളുമായുള്ള കോണ്ടാക്ട്സ്, ബന്ധം എല്ലാറ്റിനെയും ബാധിക്കും. അപ്പോൾ പൊതുവേ ഇതൊന്ന് മാറ്റിയെടുക്കാൻ എന്തൊരു വഴിയുണ്ട് എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളാണ് വേണ്ടത്. ഒരു കൗൺസിലറെ കണ്ട് ഇതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ, ചില പരിശീലനങ്ങളെ കൊണ്ടും ചില കാര്യങ്ങളെ കൊണ്ടൊക്കെ അത് മാറ്റിയെടുക്കാൻ പറ്റും, ചില ബോധ്യപ്പെടുത്തലുകളെ കൊണ്ടൊക്കെ. അപ്പോൾ അതിനൊരു ശ്രമം നടത്തൽ നല്ലതാണ്. കാരണം എല്ലാ കാര്യങ്ങളിലും ഒരു മാറ്റം വരാൻ വേണ്ടി. ഇനി അതില്ല, ഇങ്ങനെ തന്നെ വിവാഹം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് വിവാഹത്തെ ബാധിക്കും തോന്നുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു, ഒരു പെണ്ണ് കണ്ടു, പെണ്ണിന് നമ്മളെ ഇഷ്ടപ്പെട്ടു, നമുക്ക് അവരിഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ അവരോട് പറയണത്, എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ ഞാൻ വല്ലാതെ അങ്ങനെയാണ് സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല, എന്ന് എൻ്റെ ഒരു അവസ്ഥ ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അവർക്കത് സ്വീകാര്യമാണെങ്കിൽ മുന്നോട്ട് പോകാം. സ്വീകാര്യമല്ലെങ്കിലോ സ്വാഭാവികമായി സ്വീകാര്യമാകുന്ന ഒരാൾ വരുമ്പോൾ വിവാഹം നടന്നോളും. വിവാഹത്തിന് ബുദ്ധിമുട്ടാകുമെന്ന് തോന്നുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മളത് പറഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ ആ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാകും. മിക്കവാറും ആളുകൾ എന്ത് ചെയ്യും, ഓരോരുത്തരുടെയും സ്വഭാവത്തെ അഡ്ജസ്റ്റ് ചെയ്യാൻ കൂടെ ജീവിക്കുന്ന ആളുകൾ തയ്യാറാവും. അല്ലെങ്കിൽ ഇവിടെ ഒരു ബന്ധവും എന്ത് ചെയ്യില്ല, നിലനിൽക്കാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരിലേക്കും അത് പ്രതീക്ഷിക്കാം. പറ്റുകയാണെങ്കിൽ നല്ലൊരു കൗൺസിലറെ കണ്ട് ഇത് പരിഹരിക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കുന്നത് നന്നായിരിക്കും തോന്നുന്നുണ്ട്. പിന്നെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതിലൊരു കാര്യം എന്ന് വെച്ചാൽ നല്ല കൂട്ടുകാരന്മാരെ അന്വേഷിച്ച് കണ്ടെത്താറോ. ഇപ്പോൾ ഇതൊന്നും ഇല്ലാത്ത ഇസ്ലാമിക ചുറ്റുപാടിലൊക്കെ ജീവിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കൂട്ടായ്മയിൽ നമ്മുടെ പ്രവർത്തനത്തിനൊക്കെ നിന്നാൽ തന്നെ ഇപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ മാറി നിൽക്കാൻ പറ്റും.